പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSന്റെ +2 സോഷ്യോളജിയുടെ 29ാമത്തെ ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. മേജർ സോഷ്യൽ പ്രോബ്ലം ഓഫ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷനുണ്ട്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകൾ മാറിയിട്ടുണ്ട്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് ആൻസർ ചെയ്താലുള്ള ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. മലയാളത്തിലെ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 5 ട്രൂ ഓർ ഫാൾസും 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് തന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് ഇതിൽ വരുന്നത്. എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഫസ്റ്റ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. അറ്റ് അൽറാം റേറ്റ് ആണ്. അത് ശരി, വളരെ പെട്ടെന്ന് അൽറാം അടിക്കുന്ന രീതിയിൽ ജനസംഖ്യ വിസ്ഫോടനം പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. അത് ട്രൂ ആണ്. രണ്ടാമത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ റാപ്പിഡ് ഫാൾ ഓഫ് ബർത്ത് റേറ്റ് ആണ്, ഡെത്ത് റേറ്റ് ആണ്. അത് തെറ്റാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഫാൾ ഓഫ് ബർത്ത് റേറ്റ് പെട്ടെന്ന് കുറയാം. അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലല്ലോ. അവിടെ ബർത്ത് റേറ്റ് കൂടുക വേണ്ടത്, ഡെത്ത് റേറ്റ് കുറയും. രണ്ടും കുറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ല. അപ്പോൾ അത് ഫാൾസ് ആണ്. മൂന്നാമത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് എ ട്രാൻസിറ്ററി ഫിനോമിന. അത് ട്രാൻസിറ്ററി ഫിനോമിന ആണ്. അത് ശരിയാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ഒരേപോലെ ആവും. നാലാമത് ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രീസ് 2%. നമ്മുടെ രാജ്യത്തെ എന്താണ് ഗ്രോത്ത് റേറ്റ്, വളർച്ച നിരക്ക് എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ വരുന്ന വളർച്ച നിരക്ക് 2%. അത് ട്രൂ ആണ്. അഞ്ചാമത് ഇന്ത്യ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ കൺട്രി ഓഫ് ദി വേൾഡ് ആണ്. 2ാം സ്ഥാനമാണ് ഇന്ത്യ വേൾഡിൽ എന്ന് പറയുന്നത്. അത് മുമ്പ് അത് ശരിയായിരുന്നു, ഇപ്പോൾ നമുക്കത് ഫാൾസ് ആയിട്ടാണ്. ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഫാൾസ് ആണ്. അടുത്ത കറപ്ഷൻ ഈസ് മേക്കിംഗ്, അഴിമതി എന്ന് പറയുന്നത് ഈസ് മേക്കിംഗ് വെൽത്ത് ത്രൂ ഡാഷ് ആക്ട് ആണ്. ഇല്ലീഗൽ അന്യായമായ രീതിയിൽ, നിയമവിരുദ്ധമായിട്ട് നമ്മൾ സ്വത്തുക്കൾ കൈയടക്കുന്ന രീതിയിലാണ് അഴിമതി എന്ന് പറയുന്നത്. അപ്പൊ ഇല്ലീഗൽ എന്നാണ്. കറപ്ഷൻ ഈസ് പ്രിവലന്റ് ഇൻ ഡാഷ് കോർണർ ഓഫ് അവർ കൺട്രി. കറപ്ഷൻ ഈസ് പ്രിവെന്റ് ഇൻ എവരി, ഏതൊരു കോർണർ, എല്ലാ കോർണറിലും ഇന്ത്യയിൽ നമുക്ക് തടയണം. ഇൻ അവർ കൺട്രി കറപ്ഷൻ ഡാഷ് പ്രിവലന്റ് അറ്റ് ഹൈ പെർസെന്റ്. കൺട്രി ഇൻ അവർ കൺട്രി എന്ന് പറയുന്നത് 7th പ്രിവലന്റ് ആണ്. അടുത്തത് ഇൻ അവർ കൺട്രി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് ഫ്രീ ഫ്രം കറപ്ഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഗൈഡുകൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ അസൈൻമെന്റ് പ്രൊജക്റ്റുകൾ അവൈലബിൾ ആണ്. അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ എക്സാം എഴുതുന്ന രീതിയിൽ നമ്മൾ അഡ്മിഷൻ അറേഞ്ച് ചെയ്ത് ഗൾഫിലുള്ളവർക്ക് ലീവിന് നാട്ടിൽ വരുന്ന രീതിയിലേക്ക് നമ്മൾ എക്സാം അറേഞ്ച് ചെയ്യും. അവിടെ ഇരുന്ന് പഠിക്കാൻ പുസ്തകങ്ങൾ അങ്ങോട്ട് അയച്ചു തരും. അതേപോലെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നമ്മൾ SLC പ്ലസ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി PG അഡ്മിഷനും നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.